Projection of solids. Projections of solids. ഇതില് സോളിഡിനെ കുറിച്ചൊരു ഐഡിയ വേണം. പ്രിസം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, പിരമിഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, കോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും. പ്രിസം എക്സാമ്പിൾ ആയിട്ട് ഞാൻ സ്ക്വയർ പ്രിസം വരയ്ക്കുന്നു. ഇതാണ് പ്രിസത്തിന്റെ ഷേപ്പ്. നമ്മളിവിടെ ടൂത്ത് പേസ്റ്റിന്റെ ബോക്സ് അല്ലെങ്കിൽ ഷൂയുടെ ബോക്സ്, ആ ഷേപ്പൊക്കെയാണ് പ്രിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എൻഡ് ഫേസ് എന്ന് പറയാം. ഈ എൻഡ് ഫേസിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് ഏത് പ്രിസമാണ് എന്നുള്ളത്. അതായത് സ്ക്വയർ പ്രിസം വരാം, ട്രയാങ്കുലർ പ്രിസം വരാം, പെന്റഗണൽ പ്രിസം വരാം, ഹെക്സഗണൽ പ്രിസം വരാം, റെക്ടാങ്കുലർ പ്രിസം വരാം. അപ്പൊ ഈ പറഞ്ഞ ഷേപ്പ് എന്ന് പറയുന്നത് ഈ എൻഡ് ഫേസിനായിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ സ്ക്വയർ പ്രിസം ആണ് വരച്ചത്, അതുകൊണ്ട് തന്നെ ഈ എൻഡ് ഫേസ് എന്ത് ഷേപ്പ് ആയിരിക്കും? സ്ക്വയർ ആയിരിക്കും. എൻഡ് ഫേസ് ട്രയാങ്കിൾ ആണെങ്കിൽ അത് ട്രയാങ്കുലർ പ്രിസമായി, പെന്റഗൺ ആണെങ്കിൽ പെന്റഗണൽ പ്രിസമായി, ഹെക്സഗൺ ആണെങ്കിൽ ഹെക്സഗണൽ പ്രിസമായി. അപ്പൊ ഈ എൻഡ് ഷേപ്പ് അനുസരിച്ചിട്ടാണ് പ്രിസം വരുന്നത്. ഓക്കെ, ഇനി നോട്ട് ചെയ്യേണ്ടത് ഈ എൻഡ് ഫേസിൽ തന്നെ താഴെ കാണുന്ന എൻഡ് ഫേസിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. അതായത് ആ സോളിഡ് റെസ്റ്റ് ചെയ്യുന്ന എൻഡ് ഫേസ്, അതിനെ നമ്മൾ ബേസ് എന്ന് പറയാം. ഈ ബേസിൽ കാണുന്ന എഡ്ജ് കണ്ടോ, ഈ ലൈനെയാണ് നമ്മൾ ബേസ് എഡ്ജ് എന്ന് പറയാം, ബേസ് എഡ്ജ്. അതുപോലെ ഈ രണ്ട് എഡ്ജും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് കോർണർ എന്ന് പറയുന്നത്. അത് ബേസ് ആണെങ്കിൽ ബേസ് കോർണർ. എന്നാൽ എടുത്തു പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റനിലൊക്കെ ബേസ് എഡ്ജ്, ബേസ് കോർണർ എന്നൊക്കെ പറയുന്നുണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഏതൊരു പ്രിസം എടുത്താലും ഇതിന്റെ ലാറ്ററൽ ഫേസ് എന്ത് ഷേപ്പിലായിരിക്കും? റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും കേട്ടോ. ലാറ്ററൽ ഫേസ് റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും. അതുപോലെ ഈ എഡ്ജിനെ, ലാറ്ററൽ ഫേസസിൽ കാണുന്ന എഡ്ജിനെ നമ്മൾ വെർട്ടിക്കൽ എഡ്ജ് എന്നാണ് പറയാം, വെർട്ടിക്കൽ എഡ്ജ്. ഇത്രയും കാര്യം നോട്ട് ചെയ്യും. ഇനി അടുത്ത് വരുന്നത് പിരമിഡ്. പിരമിഡ് എന്ന് പറയുമ്പോൾ ഈജിപ്തിലെ പിരമിഡ് ഓർത്താൽ മതി. ടോപ്പ് ഫേസ് കാണില്ല, അതിന് വേറെ ഒരു പോയിന്റ് ആയിരിക്കും, അതിനെ നമ്മൾ വെർട്ടെക്സ് എന്ന് പറയും. ഇത് എടുത്തു പറയാൻ കാരണം പലരും ഈ പിരമിഡും പ്രിസവും തമ്മിൽ മാറ്റി വരയ്ക്കാറുണ്ട്. ക്വസ്റ്റില് പിരമിഡ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക, വരയ്ക്കുന്ന പ്രിസം ആയിരിക്കും. അങ്ങനെ വരുമ്പോഴും ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് കിട്ടില്ല. അതുപോലെ പ്രിസം ആയിരിക്കും പിരമിഡ് വരച്ചു വെക്കും. അതിനാണ് ഞാൻ ഈജിപ്തിലെ പിരമിഡ് എന്ന് പറഞ്ഞാൽ അതൊന്ന് കൊടുത്താൽ അതിന്റെ ഷേപ്പ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസ് എന്ത് ഷേപ്പ് ആണോ അതിനനുസരിച്ചിട്ടായിരിക്കും പിരമിഡ് വരാം. സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ സ്ക്വയർ പിരമിഡ്, ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കുലർ പിരമിഡ്, പെന്റഗൺ ആണെങ്കിൽ പെന്റഗൺ പിരമിഡ്, ഹെക്സഗൺ ആണെങ്കിൽ ഹെക്സഗൺ പിരമിഡ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ടോപ്പി വരയ്ക്കുമ്പോൾ വരുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസം ആണെങ്കിൽ സ്ക്വയർ മാത്രം വരച്ചാണ്. അതേ തന്നെ സ്ക്വയർ പിരമിഡ് ആണെങ്കിൽ കണ്ടോ ഇങ്ങനെ ഒരു ഡയഗണൽ കൂടി വരും. അത് ഈ സ്ലാൻഡ് എഡ്ജ് ആണ്, ഇതിനെ നമ്മൾ സ്ലാൻഡ് എഡ്ജ് എന്ന് പറയാം. സ്ലാൻഡിങ് ആയിട്ട് വരുന്ന എഡ്ജ് ആയതുകൊണ്ട് സ്ലാൻഡ് എഡ്ജ്. ഈ സ്ലാൻഡ് എഡ്ജ് ആണ് നമുക്ക് ഈ ലൈനായിട്ട് തോന്നുന്നത്. ഡയഗണൽ ആയിട്ടും ഈ കോർണർ സെന്ററിലേക്ക് വരുന്ന ലൈനായിട്ടും തോന്നുന്നത് ഈ സ്ലാൻഡ് എഡ്ജ് ആണ്. പ്രിസത്തിന് അത് കാണില്ല, പിരമിഡിന് അത് കാണും. അപ്പൊ ഒരു പ്രിസം പിരമിഡ് വരയ്ക്കുമ്പോൾ തന്നെ ടോപ്പി നോക്കിയാൽ ആ വ്യത്യാസം നമുക്കറിയാം. ഇത് പ്രിസമാണ്, ഇത് പിരമിഡാണ്. ഓക്കെ, അപ്പൊ ഒരു പിരമിഡ് എന്ന് ചോദിക്കുമ്പോൾ ഇത് മാത്രം വരച്ചു വെക്കരുത്, ഈ ഡയഗണൽ കൂടി വരയ്ക്കണം. അതുപോലെ പ്രിസം എന്ന് പറയുമ്പോൾ ഈ ഡയഗണൽ വരയ്ക്കരുത്, ബേസ് മാത്രമേ വരയ്ക്കാവൂ. ആ ഒരു വ്യത്യാസം കൂടി ഉണ്ട്. ഇനി ഇതിന്റെ ലാറ്ററൽ ഫേസ് എന്ത് ഷേപ്പിലായിരിക്കും? ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും, അതുകൂടി നോട്ട് ചെയ്യും. ഇനി വരുന്നത് കോൺ. കോൺ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കോൺ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കാണും. ഇതാണ് കോണിന്റെ ഷേപ്പ്. സിലിണ്ടർ എന്ന് പറയുമ്പോൾ പ്രിസം പോലെ തന്നെ ആയിരിക്കും, പക്ഷെ എൻഡ് ഫേസ് എന്തായിരിക്കും? സർക്കുലർ ഷേപ്പ് ആയിരിക്കും. ഇതാണ് സിലിണ്ടർ. ഈ രണ്ട് കേസസിലും ഈ പറഞ്ഞ പോലെ തന്നെ ലാറ്ററൽ എഡ്ജസ് ഉണ്ടാവില്ല, കോണിലും അതുപോലെ സിലിണ്ടറിലും. പക്ഷെ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിന്റെ സർഫസിലെ കുറെ ലാറ്ററൽ എഡ്ജ് നമ്മൾ അസ്യൂം ചെയ്യാറുണ്ട്. ആ അസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ട് വരുന്ന ലാറ്ററൽ എഡ്ജിനെയാണ് നമ്മൾ ജനറേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. കോണിനും സിലിണ്ടറിനും ആയിരിക്കും ജനറേറ്റർ ഉണ്ടാവും. ഓക്കെ, ഇനി പ്രോബ്ലത്തിലേക്ക് വരാം. ഇത്രയാണ് സോളിഡ്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ.
പലപ്പോഴും നിങ്ങൾക്ക് വരുന്ന ഒരു ഡൗട്ട്, ഒരു പ്രോബ്ലം തന്നു, ചില ക്വസ്റ്റ്യനിൽ ബേസ് ഇവിടെ വരച്ചിട്ടുണ്ടാവും, അതായത് ടോപ്പിൽ വരച്ചിട്ടുണ്ടാവും. ചില പ്രോബ്ലത്തിൽ ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, അതായത് ഫ്രണ്ട് വ്യൂ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതെങ്ങനെ നമുക്ക് മനസ്സിലാവാം? അതായത് ഒരു പ്രോബ്ലം ടോപ്പിൽ നിന്നാണോ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ മനസ്സിലാവും? അത് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ആക്സിസ് അല്ലെങ്കിൽ ലാറ്ററൽ ഫേസ്. ലാറ്ററൽ ഫേസ് എന്ന് പറഞ്ഞാൽ പ്രിസം ആണെങ്കിൽ റെക്ടാങ്കിൾ, പിരമിഡ് ആണെങ്കിൽ ട്രയാങ്കിൾ ആയിട്ട് കാണുന്നതാണ് ലാറ്ററൽ ഫേസ്. ലാറ്ററൽ ഫേസസ്, ആക്സിസ് അല്ലെങ്കിൽ ലാറ്ററൽ ഫേസസ് അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ്. ലാറ്ററൽ എഡ്ജ് സ്ലാൻഡ് എഡ്ജ് ആയിട്ട് പിരമിഡിൽ വരും. ജനറേറ്റർ, കോണ് സിലിണ്ടർ ആണെങ്കിൽ ജനറേറ്റർ. ഇതിന്റെ എല്ലാം ആംഗിൾ HP ആയിട്ട് തരുന്നു എന്ന് വിചാരിക്കുക. അതായത് ആക്സിസ് ഇൻക്ലൈൻ ടു HP, വൺ ഓഫ് ഇറ്റ്സ് ലാറ്ററൽ ഫേസസ് ഇൻക്ലൈൻ ടു HP, അല്ലെങ്കിൽ വൺ ഓഫ് ഇറ്റ്സ് ലാറ്ററൽ എഡ്ജസ് ഇൻക്ലൈൻ ടു HP. HP ആയിട്ടാണ് തരുന്നതെങ്കിൽ ആ പ്രോബ്ലം തുടങ്ങുന്നത് ടോപ്പ് നിന്നായിരിക്കും. ടോപ്പ് വ്യൂ. ഇതാണ് നോട്ട് ചെയ്യേണ്ട കാര്യം. ഓർക്കുക, ആക്സിസ് അല്ലെങ്കിൽ ലാറ്ററൽ ഫേസസ് അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ്, ഇതിന്റെ എല്ലാം ഇൻക്ലിനേഷൻ ഇതിന്റെ എല്ലാം ആംഗിൾ HP ആയിട്ടാണ് തരുന്നെങ്കിൽ ആ പ്രോബ്ലം തുടങ്ങുന്നത് ടോപ്പ് നിന്നായിരിക്കും. ഇനി അതേ തന്നെ ഇൻക്ലിനേഷൻ VP ആയിട്ടാണ് തരുന്നെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്നായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. കൂടുതലും ടോപ്പിൽ നിന്ന് തുടങ്ങുന്ന പ്രോബ്ലം ആണ് ഒരു 90% വരാം. ഒരു 10% മാത്രമാണ് ഫ്രണ്ട് വ്യൂ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോബ്ലം ആയിട്ട് വരാം. ക്ലിയർ ആയല്ലോ? ഏത് വ്യൂ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നറിയാൻ നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഇൻക്ലിനേഷൻ നോക്കിയാൽ മതി. ക്ലിയർ? ഇൻക്ലിനേഷൻ HP ആയിട്ടാണ് തരുന്നതെങ്കിൽ ആ പ്രോബ്ലം തീർച്ചയായിട്ടും ടോപ്പിൽ നിന്നായിരിക്കും, അതായത് എക്സ് ലൈന് താഴെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇൻക്ലിനേഷൻ VP ആയിട്ടാണ് തരുന്നതെങ്കിൽ ആ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? ഫ്രണ്ട് വ്യൂ നിന്നായിരിക്കും. ഓക്കെ, ഇനി അടുത്ത കൺഫ്യൂഷൻ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത കൺഫ്യൂഷൻ, ഇപ്പൊ സ്ക്വയർ ടോപ്പിലാണെന്ന് മനസ്സിലായി. പക്ഷെ ചില പ്രോബ്ലത്തിൽ ഈ സ്ക്വയർ തന്നെ ഇങ്ങനെ ഉണ്ടാവും, ചില പ്രോബ്ലത്തിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് അറിയാം? ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യം. ഏത് വ്യൂന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നറിയണം, കൂടാതെ ബേസിന്റെ പൊസിഷൻ. ഓക്കെ, അപ്പൊ നമ്മളൊരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ, സോളിഡിന്റെ പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻക്ലിനേഷൻ തരും. ഒരെണ്ണല്ല, ചിലപ്പോൾ 2 ഇൻക്ലിനേഷൻ ഉണ്ടാവാം. എന്തായാലും ഒരു ഇൻക്ലിനേഷൻ കാണും. അതുകൂടാതെ ഒരു കണ്ടീഷൻ കൂടി തരാറുണ്ട്. അതായത് ഈ സോളിഡ് എങ്ങനെ റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത കണ്ടീഷൻ. ഓക്കെ, സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ. അതുകൊണ്ടാണ് ഞാൻ ആ ബേസ് കോർണർ എന്ന് പറയുന്നത് എന്താണ്, ബേസ് എഡ്ജ് എന്താണെന്ന് മാർക്ക് ചെയ്ത് കാണിച്ചത്. ഓക്കെ, സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ എന്ന് പറയുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് കാണുമ്പോൾ തന്നെ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ ഓൺ HP, ഇത് കാണുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ആ കോർണർ XY ലൈനിൽ ചേർത്ത് വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇതാണ് HP റെസ്റ്റ് ചെയ്യുന്ന കോർണർ എന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. അത് ആദ്യം വരയ്ക്കുമ്പോൾ തന്നെ റെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു വേർഡ് കാണുമ്പോൾ തന്നെ XY ലൈനിൽ ചേർത്ത് വരയ്ക്കുക എന്നുള്ളതാണ് പലരുടെയും ടെൻഡൻസി. അതല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. പിന്നെ എങ്ങനെയായിരിക്കും ആ റെസ്റ്റ് ചെയ്യുന്ന കോർണർ എവിടെ വരും? ഇതാണ് ആക്ച്വലി റെസ്റ്റ് ചെയ്യുന്ന കോർണർ. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ ഇൻക്ലിനേഷൻ കൂടാതെ അഡീഷണൽ ആയിട്ട് തരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു കോർണറിൽ, ഒരു ബേസ് കോർണറിലാണ് സോളിഡ് റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ ആ റെസ്റ്റ് ചെയ്യുന്ന കോർണർ എവിടെ വരണം? റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ വരയ്ക്കണം. അതാണ് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതായത് നിങ്ങളുടെ ബേസിന്റെ ഷേപ്പ് ട്രയാങ്കിൾ ആണെങ്കിൽ ആ ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കണം? ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ വരച്ചാലേ എന്ത് വരുള്ളൂ? കോർണർ റൈറ്റ് സൈഡിൽ വരുള്ളൂ.
ഇനി അതേ ബേസ് തന്നെ സ്ക്വയർ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം, ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട്, അതായത് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിട്ട്. പെന്റഗൺ ആണെങ്കിൽ പെന്റഗൺ ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഞാൻ ഈ വരച്ചതിലെല്ലാം കോർണർ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്. ഇനി ഹെക്സഗൺ ആണെങ്കിൽ ഹെക്സഗൺ ഇങ്ങനെ വരയ്ക്കണം. കണ്ടോ, ഇവിടെയും എന്ത് വരുന്നുണ്ട്, റൈറ്റ് സൈഡിൽ കോർണർ വരുന്നുണ്ട്. ക്ലിയർ? ഇങ്ങനെ കോർണർ റൈറ്റ് സൈഡ് വരുന്ന രീതി വരയ്ക്കേണ്ട എപ്പോഴാണ്, കോർണറിൽ റെസ്റ്റ് ചെയ്യുന്നു, ബേസ് കോർണറിൽ റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ കോർണർ റൈറ്റ് സൈഡ് വരുന്ന രീതി വരയ്ക്കണം. ഇതിൽ ഈ പെന്റഗണും ട്രയാങ്കിളും, അതായത് ഓഡ് നമ്പറിൽ സൈഡ്സ് വരുന്നത്, ഇവിടെ 3 ആണ് ട്രയാങ്കിളിന്റെ കേസിൽ നമ്പർ ഓഫ് സൈഡ്സ്, പെന്റഗണിന്റെ കേസിൽ 5 ആണ് നമ്പർ ഓഫ് സൈഡ്സ്. അതായത് ഓഡ് നമ്പർ ആയിട്ട് വരുമ്പോൾ ഒരു എൻഡില് കോർണർ ആണെങ്കിൽ മറ്റേ എൻഡിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എഡ്ജ് ആയിരിക്കും വരിക. അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അതായത് ഓഡ് നമ്പറിൽ സൈഡ്സ് വരുന്ന ഒരു ഷേപ്പ് ആണെങ്കിൽ ഒരു എൻഡിൽ കോർണറും മറ്റേ എൻഡിൽ എഡ്ജ് ആയിരിക്കും. ഈവൺ നമ്പർ വരികയാണെങ്കിൽ കോർണർ ആണെങ്കിൽ രണ്ടും കോർണർ ആയിരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർക്കുക, കോർണർ റൈറ്റ് സൈഡ് വരുമ്പോൾ ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് വരണം, ഓഡ് നമ്പറിൽ സൈഡ്സ് വരുന്ന ഷേപ്പ് ആണെങ്കിൽ. ഇനി നേരെ തിരിച്ചു വരികയാണെങ്കിലോ ഇതേ സെന്റൻസ് തന്നെ, സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ്, കോർണറിന് പകരം എഡ്ജസ് എന്ന് പറയുന്നു വിചാരിക്കും, വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ്. ഓക്കെ, കോർണറിന് പകരം എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇതേ ഷേപ്പ് തന്നെ നേരെ തിരിഞ്ഞു പോകും. അതായത് ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കണം. ഇതൊന്നും എക്സ് ലൈനിൽ ചേർത്ത് വരയ്ക്കരുത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ഫസ്റ്റ് പൊസിഷൻ വരയ്ക്കുമ്പോൾ തന്നെ കണ്ടോ, ആ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് റൈറ്റ് സൈഡിൽ വരണം. സ്ക്വയർ ആണെങ്കിലോ ഇങ്ങനെ വരയ്ക്കണം. കണ്ടോ, എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് വന്നു. പെന്റഗൺ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം. പെന്റഗൺ ആണെങ്കിൽ കോർണർ ലെഫ്റ്റ് സൈഡിലും എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് റൈറ്റ് സൈഡിൽ വരണം. ഹെക്സഗൺ ആണെങ്കിൽ ഹെക്സഗണിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്, റൈറ്റ് സൈഡിൽ എഡ്ജ് വരണം. ഒന്നുകൂടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഏത് വ്യൂ എന്നാണ് ഒരു സോളിഡ് വരച്ചു തുടങ്ങേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത് ഇൻക്ലിനേഷൻ വെച്ചിട്ടാണ്. അത് ആക്സിസിന്റെ ആവാം, ലാറ്ററൽ ഫേസസിന്റെ ആവാം, അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജിന്റെ ആവാം. ഇതിന്റെ എല്ലാം ഇൻക്ലിനേഷൻ HP ആയിട്ടാണ് തരുന്നെങ്കിൽ ആ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും, ടോപ്പിൽ നിന്നായിരിക്കും. അതേ തന്നെ VP ആയിട്ടാണ് ആംഗിൾ തരുന്നെങ്കിൽ ഫ്രണ്ട് വ്യൂ നിന്നായിരിക്കും. ഇനി ഇപ്പോ ടോപ്പിൽ നിന്നാണ് എന്താ പറയാ ഒരു സോളിഡ് വരച്ചു തുടങ്ങേണ്ടതെന്ന് മനസ്സിലായി. ഇനി അതിന്റെ പൊസിഷൻ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്വസ്റ്റ്യനില് ബേസ് കോർണറിലാണോ ബേസ് എഡ്ജിലാണോ റെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ബേസ് കോർണർ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ കോർണർ വരുന്ന രീതിയിൽ വരയ്ക്കണം. അതേ തന്നെ ബേസ് എഡ്ജിലാണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതി വരയ്ക്കണം. കൂടുതലും 3 പൊസിഷൻ വരുന്ന പ്രോബ്ലം ആയിരിക്കും നിങ്ങൾക്ക് വരിക. അതെങ്ങനെയാണ് നോക്കാം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 1-2 ക്വസ്റ്റ്യൻ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ 2 ഇൻക്ലിനേഷൻ തരുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, 2 ഇൻക്ലിനേഷൻ തരുമ്പോൾ നിങ്ങൾക്ക് തരുന്ന കോമ്പിനേഷൻ ഇതാണ്. ഒന്ന് ആക്സിസ് ആയിരിക്കും ഒരു ഇൻക്ലിനേഷൻ ആക്സിസിന്റെ ഇൻക്ലിനേഷൻ ആയിരിക്കും. രണ്ടാമത് തരുന്നത് ബേസ് എഡ്ജിന്റെ ഇൻക്ലിനേഷൻ ആയിരിക്കും. ബേസ് എഡ്ജിന്റെ ഇൻക്ലിനേഷൻ ആയിരിക്കും. ഒരേ ക്വസ്റ്റിൽ തരുന്ന 2 ആംഗിൾ ആണെങ്കിൽ ഒന്ന് ആക്സിസിന്റെ ഇൻക്ലിനേഷനും ഒന്ന് ബേസ് എഡ്ജിന്റെ ഇൻക്ലിനേഷനും ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഒന്ന് നോക്കട്ടെ, ആക്സിസിന്റെ ഇൻക്ലിനേഷൻ നോക്കുക. അത് സെന്റൻസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ആക്സിസ് ഈസ് ഇൻക്ലൈൻ 30 degree to HP and base edge is inclined. റെസ്റ്റ് ചെയ്യുന്ന ബേസ് എഡ്ജ് ആയിരിക്കും. ബേസ് എഡ്ജ് ഈസ് ഇൻക്ലൈൻ 40 degree to VP എന്നാണ് ഒരു ക്വസ്റ്റിൽ തരുന്ന വിചാരിക്കുക. അപ്പൊ ഇവിടെ HP ആയിട്ടും ആംഗിൾ ഉണ്ട്, VP ആയിട്ടും ആംഗിൾ ഉണ്ട്. ഒന്ന് ആക്സിസിന്റെ ആണ്, ഒന്ന് ബേസ് എഡ്ജിന്റെ ആണ്. അപ്പൊ ബേസ് എഡ്ജ് ഒഴിവാക്കല്ല, അത് നോക്കണ്ട. ആക്സിസ് ഇൻക്ലിനേഷൻ ഏത് പ്ലെയിൻ ആയിട്ടാണ് നോക്കുക, HP ആയിട്ടാണ്. അപ്പൊ ഈ പ്രോബ്ലം തുടങ്ങേണ്ടത് ടോപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു ടൈപ്പ് പ്രോബ്ലം ഇതായിരിക്കും. ഒന്ന് ആക്സിസിന്റെയും ഒന്ന് എഡ്ജിന്റെയും ഇൻക്ലിനേഷൻ ആയിട്ട് തരാം. 2
രണ്ടും ആക്സിസിന് ഇൻക്ലിനേഷൻ ആയിട്ട് തരും. ആക്സിസ് ഈസ് ഇൻക്ലൈൻ 30 degree to HP and 45 degree to VP. കണ്ടോ, ഇത് ഈ രണ്ട് ആംഗിളും ആക്സിസിന്റെ തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ആംഗിൾ നോട്ട് ചെയ്യാം. ആദ്യം HP ആയിട്ടുള്ള ആംഗിൾ ആണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് വ്യൂന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പൊ HP ആയിട്ടാണെങ്കിൽ ടോപ്പ് വ്യൂ. രണ്ടും ആക്സിസ് ഇൻക്ലിനേഷൻ തരാണെങ്കിൽ ആ ആക്സിസിന്റെ ഫസ്റ്റ് തന്നിരിക്കുന്ന ഇൻക്ലിനേഷൻ ഏത് പ്ലെയിൻ ആയിട്ടാണ് നോക്കുക. അത് വെച്ചിട്ട് വേണം ഏത് വ്യൂ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നേരെ തിരിച്ച് 30 degree to VP and 45 degree to HP ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്നായിരിക്കും തുടങ്ങുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ രണ്ടും ആക്സിസ് ഇൻക്ലിനേഷൻ തരുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ അപ്പാരന്റ് ആംഗിൾ കണ്ടുപിടിക്കേണ്ടി വരിക. ഇവിടെ അപ്പാരന്റ് ആംഗിൾ കാണണ്ട, ഇവിടെ അപ്പാരന്റ് ആംഗിൾ കണ്ടുപിടിക്കും. ഇനി മൂന്നാം തരുന്നത് ഒരെണ്ണം ആക്സിസിന്റെ ഇൻക്ലിനേഷനും രണ്ടാമത് അപ്പാരന്റ് ആംഗിൾ ആയിട്ടും തരും. അതായത് ടോപ്പ് വ്യൂ എന്ന് എടുത്ത് പറഞ്ഞ് ഈ 45 ഡിഗ്രി ബീറ്റ ആയിരിക്കും. അപ്പൊ നമുക്ക് ബീറ്റ കണ്ടുപിടിക്കേണ്ട, ബീറ്റ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മതി ആക്സിസിന്റെ ഇൻക്ലിനേഷൻ വെച്ചിട്ട് ഏത് വ്യൂ സ്റ്റാർട്ട് ചെയ്യണം തീരുമാനിച്ചു. ഇങ്ങനെ 3 ടൈപ്പിലായിരിക്കും പ്രോബ്ലം വരാം. ഓക്കെ, ഇപ്പൊ ഒരു പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. എ പെന്റഗണൽ പിരമിഡ് of base edge 30 and axis length 60 is resting on, sentence is resting on VP on one of its base edge. അപ്പൊ ഇവിടെ റെസ്റ്റ് ചെയ്യുന്നത് ബേസ് എഡ്ജിലാണ്. അപ്പൊ ഓർക്ക, എന്ത് വേണം, എന്ത് ഷേപ്പ് ആണ് ഇവിടെ, പെന്റഗൺ. പെന്റഗൺ വരയ്ക്കുമ്പോൾ റൈറ്റ് സൈഡില് എക്സ് പെർപെൻഡിക്കുലർ ആയിട്ട് എഡ്ജ് വരുന്ന രീതിയിൽ വേണം. അതിന് ഫ്രണ്ട് വീലാണോ ടോപ്പ് വീലാണോ വരുന്നതെന്നോട് നോക്കാം. The axis of the pyramid, axis എന്ന് പറഞ്ഞിട്ടുണ്ട്, axis of the pyramid is inclined at 35 degree to VP. അപ്പൊ ആക്സിസിന്റെ ഇൻക്ലിനേഷൻ കണ്ടോ, VP ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ പ്രോബ്ലം തുടങ്ങുന്നത് ഇവിടെ നിന്നായിരിക്കും, ഫ്രണ്ട് വ്യൂ എന്നായിരിക്കും. ടോപ്പ് വ്യൂ എന്നല്ല, എക്സ് ലൈനിന് മുകളിൽ നിന്ന് തുടങ്ങുന്ന പ്രോബ്ലം ആണ് ഇത്. കാരണം എന്താ, ഇവിടെ ആക്സിസിന്റെ ഇൻക്ലിനേഷൻ VP ആയിട്ട് ആണ് തന്നിരിക്കുന്നത്. ആൻഡ് റെസ്റ്റിംഗ് ബേസ് എഡ്ജ് ഈസ് ഇൻക്ലൈൻ 45 ഡിഗ്രി ടു HP. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കേസാണ്, ഒന്ന് ആക്സിസിന്റെ ഇൻക്ലിനേഷനും ഒന്ന് ബേസ് എഡ്ജിന്റെ ഇൻക്ലിനേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഡ്രോ ദി പ്രൊജക്ഷൻ. ഞാൻ റഫായിട്ടേ വരച്ചു പോകുന്നുള്ളൂ, ഡയമെൻഷൻ ഒന്നും എടുക്കുന്നുണ്ടാവില്ല, നിങ്ങൾ നോട്ട് ചെയ്തോളൂ, റിവിഷൻ ആയതുകൊണ്ടാണ്. എക്സ് ലൈൻ വരച്ചു. പെന്റഗൺ എങ്ങനെ വരാം, ഒരു സൈഡ് എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് പെന്റഗൺ വരയ്ക്കും. ഇങ്ങനെയായിരിക്കും വരാം, കണ്ടോ. ഓക്കെ, ഇനി പിരമിഡ് ആണ് ഇവിടെ. പിരമിഡ് വരുമ്പോൾ എന്ത് വേണം, സെന്റർ കണ്ടുപിടിക്കണം. ആ സെന്റർ കണ്ടുപിടിക്കാൻ കോർണറിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഉണ്ടോ, അപ്പൊ ഞാൻ ഈ കോർണറിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ സെന്ററിലേക്ക് ലൈൻ വരച്ചു. അതുപോലെ വേറൊരു കോർണർ എടുക്കുക, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ സെന്ററിലേക്ക് ലൈൻ വരയ്ക്കും. ഈ രണ്ട് ലൈനും ഒരു പോയിന്റിൽ ഒന്ന് മീറ്റ് ചെയ്യും, അതായിരിക്കും അതിന്റെ സെന്റർ. അങ്ങനെയാണ് നമ്മൾ ഒരു പെന്റഗണിന്റെ സെന്റർ കണ്ടുപിടിക്കുന്നത്. ട്രയാങ്കിളിന്റെ സെന്ററും അങ്ങനെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഇത് കോർണറിന് സെന്ററിലേക്ക് ലൈൻ കണക്ട് ചെയ്യും. ഉണ്ടോ, അപ്പൊ ഇത് പെന്റഗൺ ആണ്. ഇനി പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു പേര് വെച്ച് കൊടുക്കാം, ABCDEO. ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് ഇതെല്ലാം ഡാഷ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഇനി ഇത് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നു ടോപ്പിലോട്ട്, ആക്സിസ് അടക്കം. ഇവിടെ നിന്നാണ് ഹൈറ്റ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്തു. A, ഇത് BE, ഇത് CD, ഇത് O. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ആക്സിസിനാണ് ഇൻക്ലിനേഷൻ കൊടുക്കേണ്ടത്. ഇവിടെയും ഒരു കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. എല്ലാം ഒരുമിച്ച് പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം, എന്നാലും നോട്ട് ചെയ്ത് വെക്കുക എന്താണെന്നുള്ളത്. അതായത് ഇപ്പൊ ആക്സിസിന്റെ ഇൻക്ലിനേഷൻ ആണ് തരുന്നതെങ്കിലും ബേസ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, ആക്സിസ് ആണ് ക്വസ്റ്റിൽ തരുന്നെങ്കിൽ ബേസ് വരയ്ക്കുമ്പോൾ തെറ്റ് വരാനുള്ള ചാൻസസ് കുറവാണ്. അതായത് ഞാൻ ഈ ബേസ് ഇപ്പൊ ഞാൻ കുറച്ചുകൂടി തിക്കായിട്ട് വരച്ചിട്ടുണ്ട്. ഈ ബേസ് ആണ് ഞാൻ ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്നത്. അപ്പൊ ഈ ബേസിന്റെ ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രിന്ന് ആക്സിസ് ഇൻക്ലിനേഷൻ മൈനസ് ചെയ്യാം. 90 ഡിഗ്രി മൈനസ് ആക്സിസ് ഇൻക്ലിനേഷൻ. ഇവിടെ ആക്സിസ് ഇൻക്ലിനേഷൻ എനിക്ക് തോന്നുന്നു 30 ഡിഗ്രിയാണ്, അല്ല 35 ഡിഗ്രി.
ഓക്കെ, അപ്പൊ 90 മൈനസ് 35 ചെയ്യാം. അപ്പൊ എത്ര വരും? 55 ഡിഗ്രി. ഓക്കെ, ഇപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിലൊന്നും ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞിരുന്ന ഒരു ഐഡിയ ആണ്. തെറ്റ് വരാതെ വരയ്ക്കാനാണെങ്കിൽ ആക്സിസ് ആദ്യം വരയ്ക്കുന്നത് ഒഴിവാക്കാം. ഓക്കെ, ബേസ് ആദ്യം വരയ്ക്കാം. ഓക്കെ, അപ്പൊ പക്ഷെ ബേസിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 90 ഡിഗ്രിന്ന് ആക്സിസിന്റെ ഇൻക്ലിനേഷൻ മൈനസ് ചെയ്യണം. അപ്പൊ ഞാൻ 90 മൈനസ് 35 എടുത്തു, 55 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഈ ബേസ് ആണ് ഞാൻ ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്നത്. അപ്പൊ ഓർക്കുക, ബേസ് വരയ്ക്കുമ്പോൾ ഈ സി ഡി തന്നെ എക്സ്വൽ ആവാൻ ശ്രദ്ധിക്കണം. കാരണം സി ഡി എന്ന് പറയുമ്പോൾ ബേസ് എഡ്ജ് വി പിയിൽ വരുള്ളൂ. സി ഡി എന്നുള്ള പോയിന്റ് എടുത്തു, എന്നിട്ട് ഈ പറഞ്ഞ 55 ഡിഗ്രി ആംഗിൾ ഒരു ലൈൻ വരച്ചിട്ട് ഈ ബേസ് എടുത്ത് കട്ട് ചെയ്യും. ഇവിടെ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് കട്ട് ചെയ്യും. ഇതവിടെ ബി സി മാർക്ക് ചെയ്യുക, എ മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആക്സിസിന്റെ പോയിന്റ് മാർക്ക്. ഇതാണ് ആക്സിസ് വരുന്ന പോയിന്റ്. ഇനി പെർപെൻഡിക്കുലർ ആയിട്ട് ഹൈറ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് വേണം നമ്മൾ സോളിഡ് കംപ്ലീറ്റ് ചെയ്യാൻ. കണ്ടോ? എന്തുകൊണ്ടാണ് ഞാൻ ആക്സിസ് ആദ്യം വരയ്ക്കേണ്ട എന്നുള്ളത്? ആദ്യം ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് മാറ്റി വരയ്ക്കുന്നതിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ വരച്ചു വരുമ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും നിൽക്കുക. അതായത് ഈ എഡ്ജ് എക്സ് ലൈനിൽ ടച്ച് ചെയ്യാതെ ഇരിക്കും. ഇത് ടച്ച് ചെയ്താലേ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. റെസ്റ്റിംഗ് ഓൺ വി പി ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ്. കണ്ടോ? ഇത് ടച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഈ ഫസ്റ്റ് പൊസിഷന്റെ മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രോബ്ലം ഒന്നും എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള കേസസ് ഒന്നും കൺസിഡർ ചെയ്യില്ല. അതായത് അതിന്റെ മാർക്കൊന്നും കൺസിഡർ ചെയ്യില്ല. ഇതിങ്ങനെ ഒന്ന് ടച്ച് ചെയ്തില്ല എന്നുള്ളൊരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബേസ് വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും എക്സ് ലൈനിൽ ടച്ച് ചെയ്തിട്ടേ നമ്മൾ ബേസ് വരയ്ക്കുള്ളൂ. ഓക്കെ, അപ്പൊ ആ തെറ്റ് വരില്ല. ഓർക്കുക, ആക്സസ് നേരിട്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കാര്യം ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആക്സസ് നേരിട്ട് വരച്ചോളൂ. പക്ഷെ പലരും അങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ബേസ് ആദ്യം വരയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് കിട്ടി. ഇതിനെ പ്രൊജക്ട് ചെയ്യുക. ഇതിനെ ഫ്രണ്ട് വ്യൂലോട്ട് പ്രൊജക്ട് ചെയ്യുക. ഫ്രണ്ട് വ്യൂ പ്രൊജക്ട് ചെയ്യുമ്പോൾ എ പ്രൊജക്ട് ചെയ്യുന്നു, എ ഡാഷ് എന്ന് പ്രൊജക്ട് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്ന പോയിന്റ് എ ഡാഷ്. ബി സി എന്ന് പ്രൊജക്ട് ചെയ്യുന്നു, ബി അല്ല ഇത് ഇ ആണ്, ബിന്ന് ഇ എന്നും പ്രൊജക്ട് ചെയ്യുന്നു. അപ്പൊ ബി ഡാഷും ഇ ഡാഷുമായി. സി ഡി എന്ന് പ്രൊജക്ട് ചെയ്യുന്നു, ഇവിടെ ഡി ഡാഷ് സി ഡാഷ് എന്ന് പറയാം. അപ്പൊ സി ഡാഷും ഡി ഡാഷുമായി. ഒ ഡാഷ് എന്ന് ഒ ഡാഷ് അല്ല ഒ എന്ന് പ്രൊജക്ട് ചെയ്യുന്നു, ഇവിടെ ഒ ഡാഷ് എന്ന് പ്രൊജക്ട് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒ ഡാഷ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സ് എല്ലാം കിട്ടി. ഈ പോയിന്റ്സ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ കുറെ ഹിഡൻ എഡ്ജസ് ഉണ്ടാവും. ഹിഡൻ എന്ന് പറഞ്ഞാൽ ഡോട്ടഡ് ആയിട്ടുള്ള കുറെ ലൈൻസ് ഉണ്ടാവും. അത് ഇൻവിസിബിൾ ആയിട്ടുള്ള ലൈൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ വിസിബിൾ ആയിട്ടുള്ള ലൈൻസ് ഉണ്ടാവും. അത് കണ്ടുപിടിക്കുക എന്നുള്ളതും ഒരു ടാസ്ക് ആണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഇൻവിസിബിൾ ആയിട്ട് മാർക്ക് ചെയ്യുക. അത് എല്ലാം നമ്മൾ ഡോട്ടഡ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ ഞാൻ എ ഡാഷ് ബി ഡാഷ് ഡോട്ടഡ് ആയിട്ട് കണക്ട് ചെയ്യുന്നു, ബി ഡാഷ് സി ഡാഷ് ഡോട്ടഡ്, സി ഡാഷ് ഡി ഡാഷ് ഡോട്ടഡ്, ഡി ഡാഷ് ഇ ഡാഷ് ഡോട്ടഡ്, ഇ ഡാഷ് എ ഡാഷ് ഡോട്ടഡ്. ഇനി എല്ലാ കോർണറിനും ഓയിലേക്കും ഡോട്ടഡ് ലൈൻ വെച്ച് കണക്ട് ചെയ്യും. എല്ലാം ഇൻവിസിബിൾ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വരയ്ക്കും. ഇപ്പൊ നമ്മളിങ്ങനെ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഈ ഷേപ്പ് എന്താണെന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ ബോർഡർ ലൈന് ഏത് ലൈനാണ് ബോർഡർ ആയിട്ട് വരുന്നതെന്നും കിട്ടും. അപ്പൊ ആ ബോർഡർ ലൈൻ കണ്ടുപിടിക്കുക, അതിനെ നമ്മൾ ടിക്കാക്കി മാറ്റാം. ഇപ്പൊ എ ഡാഷ് ഇ ഡാഷ് ബോർഡർ ലൈൻ ആണ്, എ ഡാഷ് ബി ഡാഷ് ബോർഡർ ലൈൻ ആണ്, പിന്നെ ബോർഡർ ലൈൻ ആയിട്ട് വരുന്ന ബി ഡാഷ് ഒ ഡാഷ് ആണ്, പിന്നെ ബോർഡർ ലൈൻ ആയിട്ട് വരുന്ന ഇ ഡാഷ് ഒ ഡാഷ്. അപ്പോൾ ബോർഡർ ലൈൻ വിസിബിൾ ആയി മാറി. ഓക്കെ, ഇനി ഇവിടുന്ന് മുകളിലോട്ട് ആരോ വരച്ചു നോക്കാം. ഈ ആരോ ടച്ച്, ഈ ആരോ എന്ന് പറയുന്നത് നമ്മുടെ വ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ആദ്യം കാണുന്ന ലൈൻ ഏതാണോ അത് വിസിബിൾ ആയിരിക്കും. ഞാൻ ഇവിടുന്ന് ആരോ വരയ്ക്കുന്നു. ആദ്യം കാണുന്നത് എന്താ? എ ഓയിലേക്കാണ്, അല്ലെങ്കിൽ എ ഓയിലാണ് ഈ ആരോ ടച്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എ ഡാഷും ഒ ഡാഷും വിസിബിൾ ആയിരിക്കും. ബാക്കിയുള്ള ലൈനൊക്കെ സോളിഡിനകത്തൂടെ വന്നാലേ ബാക്കിയുള്ള എഡ്ജസിലൊക്കെ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത്രയും ലൈൻ മാത്രമാണ് വിസിബിൾ ആയിട്ട് വരുന്നത്. ബാക്കി നമ്മൾ ഡോട്ടഡ് ആയിട്ട് വരച്ച് ഡോട്ടഡ് തന്നെ ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ ഡോട്ടഡ് ലൈൻ വരയ്ക്കുക, ഔട്ടർ എഡ്ജ് കണ്ടുപിടിക്കുക, ഔട്ടർ എഡ്ജിനെ തിക്കാക്കി വിസിബിൾ ആക്കി മാറ്റുക. ഇനി ഇതുപോലെ ഒരു ആരോ വരച്ചിട്ട് ആ ആരോ ആദ്യം ടച്ച് ചെയ്യുന്ന ലൈൻ ഏതാണെന്ന് നോക്കുക, ആ ലൈൻ കൂടി വിസിബിൾ ആക്കി മാറ്റിയ കാര്യങ്ങൾ. ഇനി തേർഡ് പൊസിഷനിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് ഇപ്പൊ സി ഡി ആണ്. സി ഡാഷ് ഡി ഡാഷിനാണ് നമ്മൾ അടുത്ത ഇൻക്ലിനേഷൻ കൊടുക്കുന്നത്. എത്രയാണ്? 45 ഡിഗ്രി ആംഗിൾ. നമ്മൾ ഇവിടുന്ന് 45 ഡിഗ്രി ആംഗിൾ ഒരു ലൈൻ വരയ്ക്കാം. അതിൽ വരേണ്ടത് ഈ പറഞ്ഞ എഡ്ജാണ്.
അതായത് സി ഡാഷ് ഡി ഡാഷ് ആണ് ഈ 45 ഡിഗ്രി ആംഗിൾ വരച്ച ലൈനിൽ വരേണ്ടത്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, സി ഡാഷ് ആയിരിക്കും. ഇനി സി ഡാഷ് ഡി ഡാഷ് എന്ന് സി ഡാഷ് മുതൽ ഡി ഡാഷ് വരെ ലെങ്ത് എടുത്ത് ലൈനിൽ കട്ട് ചെയ്യുക, ഡി ഡാഷ് ആയി. ഇനി ഈ 2 പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഷേപ്പിനെ മാറ്റി വരയ്ക്കുന്നത്. അതായത് ഇതേ അപ്പാരന്റ് ഷേപ്പ് ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ട് വേറൊരു ആംഗിൾ വരണം. അപ്പൊ നമ്മൾ കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ എനിക്ക് ബി ഡാഷ് കണ്ടുപിടിക്കണം വിചാരിക്കാം. അപ്പൊ ഇവിടുന്ന് സി ഡാഷ് നിന്ന് ബി ഡാഷ് വരെ ലെങ്ത് കോമ്പസിലെടുത്ത് ഇവിടുന്ന് ഒരു ആർക്ക് വരയ്ക്കും. എന്നിട്ട് വീണ്ടും ഡി ഡാഷ് നിന്ന് ബി ഡാഷ് വരെ ലെങ്ത് എടുത്ത് ഡി ഡാഷ് ഒരു ആർക്ക് വരയ്ക്കും. ഈ 2 ക്രോസ് ചെയ്ത് പോകുന്ന ബി ഡാഷ് ആയിരിക്കും. സിമിലർലി എനിക്ക് ഇ ഡാഷ് കണ്ടുപിടിക്കണം. സി ഡാഷ് നിന്ന് ഇ ഡാഷ് വരെ ലെങ്ത് കോമ്പസിലെടുക്കുക, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഡി ഡാഷ് നിന്ന് ഇ ഡാഷ് വരെ ലെങ്ത് എടുക്കുക, ആർക്ക് കട്ട് ചെയ്യുക, ഇ ഡാഷ് കിട്ടും. ഇനി എ ഡാഷ് കണ്ടുപിടിക്കണം. ഇതേപോലെ തന്നെ സി ഡാഷ് നിന്ന് എ ഡാഷ് വരെ ലെങ്ത്തും ഡി ഡാഷ് നിന്ന് എ ഡാഷ് വരെ ലെങ്ത് എടുത്ത് ആർക്ക് കട്ട് ചെയ്യാം, എ ഡാഷ്. ഇതേപോലെ ഓ ഡാഷ് കണ്ടുപിടിക്കാം. ഉണ്ടോ? അപ്പൊ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഷേപ്പ് തന്നെയായിരിക്കും വരാം. നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താണോ അതേ ഷേപ്പ് തന്നെയായിരിക്കും വരാം. ഇതൊക്കെ ഡോട്ടഡ് ആയിരിക്കും. ഇതിപ്പോ വേറെ ഷേപ്പ് പോലെ തോന്നുന്നുണ്ടാവും. നിങ്ങൾ കോമ്പസ് യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇതേ ഷേപ്പ് തന്നെ ഇങ്ങോട്ട് മാറി വരും. ഇതിനെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടോപ്പിൽ കിട്ടുന്നതാണ് ഫൈനൽ ആൻസർ. അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പ്രൊജക്ട് ചെയ്യുന്നു, ഇവിടുന്ന് പ്രൊജക്ട് ചെയ്യുന്നു. ബി ഡാഷ് ബി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ബി, എ ഡാഷ് എ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എ, ഇ ഡാഷ് ഇ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇ, സി ഡാഷ് സി മീറ്റ് ചെയ്യുന്ന പോയിന്റ് സി, ഡി ഡാഷ് ഡി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഡി, ഒ ഡാഷ് ഒ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒ. ഉണ്ട്. അപ്പൊ ഈ പോയിന്റ്സ് കണ്ടുപിടിച്ചു. നമ്മൾ ചെയ്യേണ്ട എല്ലാ ലൈനും എല്ലാ പോയിന്റ്സും ഇതുപോലെ ഡോട്ടഡ് ആയിട്ട് ഇൻവിസിബിൾ ആയിട്ട് കണക്ട് ചെയ്യും. ഇതിലോട്ടും കണക്ട് ചെയ്യാം എല്ലാ പോയിന്റ്സും. അപ്പൊ ഏകദേശം നമുക്ക് ആ ഷേപ്പ് കിട്ടും. ബോർഡർ ലൈൻ ഏതാണെന്ന് മനസ്സിലാവും. അത് തിക്കായി കൊടുക്കും. അപ്പൊ ബി സി ബോർഡർ ലൈൻ ആണ്, ബി എ ബോർഡർ ലൈൻ ആണ്, എ ഒ ആണ് ബോർഡർ ലൈൻ ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ ഡി ഒ, ദെൻ ഡി സി. ഉണ്ടോ? ഇനി ഇവിടെ നമുക്ക് എക്സ് ലൈനിന് അടുത്ത് വരുന്നത് എപ്പെക്സ് ആണോ ബേസ് ആണോ എന്ന് നോക്കാം. എപ്പെക്സ് ആണ്. അപ്പൊ ബേസ് നമുക്ക് കാണില്ല. ബേസിന്റെ ബാക്കിയുള്ള എഡ്ജ് ഇൻവിസിബിൾ ആയിട്ട് തന്നെ വെച്ചോളാം. ഓക്കെ, അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ. ബേസ് എക്സ് ലൈൻ അടുത്ത് വരികയാണെങ്കിൽ, ബേസ് എക്സ് ലൈൻ അടുത്ത് വരികയാണെങ്കിൽ ഇൻവിസിബിൾ ആയിരിക്കും. ഇപ്പൊ ഇവിടെ ബേസ് അകന്നാ നിൽക്കുന്നത്, എക്സ് ലൈൻ അകന്നാ നിൽക്കുന്നത്, അപ്പൊ വിസിബിൾ ആയിരിക്കും കേട്ടോ. ഒബ്സർവറിന് അടുത്താണ് ബേസ് വരുന്നത്. അപ്പൊ ഇവിടെ ആയിരിക്കും ഒബ്സർവർ നിൽക്കുക. ഒബ്സർവറിന് അടുത്താണ് ബേസ് വരുന്നെങ്കിൽ ബേസിന്റെ എഡ്ജസ് എല്ലാം വിസിബിൾ ആയിരിക്കും. ഇതെല്ലാം കാണാം, ഇതും കാണാം. ഇതെങ്ങനെ ഞാൻ മനസ്സിലാക്കി വെച്ചാൽ ഈ 2 ബേസ് എഡ്ജും കാണാമെങ്കിൽ അതിന് വരുന്ന സ്ലാൻഡ് എഡ്ജും കാണാൻ പറ്റും. ബാക്കിയുള്ള ഡോട്ടഡ് ലൈൻ അതേപോലെ തന്നെ വെക്കും. ഇതിപ്പോ ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓർക്കേണ്ടത് പറഞ്ഞ പോലെ ആക്സിസ് ഇൻക്ലിനേഷൻ നോക്കി ഏത് വ്യൂ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതും, ബേസ് കോർണറിലാണോ ബേസ് എഡ്ജിലാണോ റെസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ട് പൊസിഷനും സെലക്ട് ചെയ്താൽ മതി. ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു.